ചങ്ങളെ, അപ്പോൾ നമുക്കൊരു യാത്ര പോയാലോ? നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കോവിഡ് വിഴുങ്ങിയ കുറച്ച് വണ്ടി പ്രാന്തന്മാരെയും വണ്ടികളെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിന് എന്താ പറയുക, ചിലപ്പോൾ കരളലിയിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ എന്തായാലും ഇത് ചെയ്യാതിരിക്കാൻ വയ്യ. പരമാവധി തുടച്ചൊക്കെ വൃത്തിയാക്കി നമ്മൾ കുറേ കൊല്ലമായിട്ട് ഇത് നിൽക്കണ കാരണം നമുക്കത് ബസ്സിനോട് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ചങ്ങളെ, അപ്പോൾ കോവിഡ് കാലം നമ്മൾക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് വിഷമങ്ങൾ തന്നിട്ടുണ്ട്. ഒരുപാട് ജോലികളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒരു മേഖലയാണ് നമ്മുടെ ബസ്സിൻ്റെ മേഖല എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പേര് യാത്ര ചെയ്തിരുന്ന നമ്മുടെ ബസ്സുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സീറ്റുകളും എന്താ പറയുക, വണ്ടി നിശ്ചലമായി കിടക്കുമ്പോഴത്തെ ഈ അവസ്ഥ നമ്മുടെ മനസ്സിൻ്റെ ശരിക്കും നമുക്ക് ഒരുപാട് വിഷമം വരുത്തുന്ന സംഭവങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ബസ് ജീവനക്കാരുടെ വിഷമങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്കിവിടെ അറിയിക്കാനായിട്ട് ഒരുപാട് ബസ് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരിൽ നിന്ന് നമുക്കൊരു 2 ചേട്ടന്മാർ നമ്മുടെ കൂടെ നിന്ന് എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ചേട്ടന്മാരൊന്ന് പരിചയപ്പെടാം, ആ ചേട്ടന്മാരുടെ കാര്യങ്ങൾ. ചെങ്കളെ, അപ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ 2 സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ചേട്ടൻ എന്താണ് പേര്? എൻ്റെ പേര് മധു. ചേട്ടൻ്റെ പേരെന്താ? ദിനേശ്. 2 പേരും ബസ് തൊഴിലാളികളാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ കൊറോണ കാലം? നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളെ ഇപ്പോഴത്തെ കാര്യങ്ങൾ ഒന്ന് എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാൻ പറ്റും? കൊറോണ കാലം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വേറെ പണി ഞങ്ങൾക്ക് അറിയില്ല, പിന്നെ ഡ്രൈവിങ് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. പിന്നെ ഇപ്പോൾ വേറെ പാട്ടിന്തിനായപ്പോൾ ഞങ്ങൾ വേറെ ഈ മീൻ വണ്ടിയൊക്കെ ഓടിക്കാൻ പോകും. അത് വല്ലപ്പോഴൊക്കെ ഉള്ളു. അതിൽ സ്ഥിരം പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നിലയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പോകണമെന്ന് വലിയ ബുദ്ധിമുട്ടില്ല, എന്നാലും ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഇത് കൊറോണ ഇപ്പോൾ എല്ലാവർക്കും ബാധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ പൊരുത്തപ്പെട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ചേട്ടൻ എങ്ങനെയാണ് ചെയ്യണത്? മീൻ വണ്ടി ഓടിക്കുന്നതാണോ ഇപ്പോൾ ചെയ്യുന്നത്? ഇല്ല, ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞിരുന്നില്ല പണി. കോൺക്രീറ്റ് കട്ടിങ്ങിൻ്റെ പരിപാടിക്ക് ഇങ്ങനെ പോകണം. ഇപ്പോൾ കുറേശ്ശെ പഠിച്ചു, പിന്നെ ജീവിക്കണ്ടേ, അപ്പോൾ ആ നിലയ്ക്ക് പഠിച്ചു. എത്ര ഈ വണ്ടിയാണോ ചേട്ടൻ വണ്ടി ഓടിച്ചിരുന്നത്? എൻ്റെ വണ്ടി അപ്പുറത്തെ വണ്ടിയാണ്. ഈ വണ്ടിയാണ് ചേട്ടൻ. ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ കണ്ടപ്പോൾ എന്താ പറയുക, ശരിക്കും നമുക്കും ബസ്സിനെ പ്രേമിക്കുന്ന ഞങ്ങൾക്കും കുറച്ച് വിഷമമായി. അപ്പോൾ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താ വണ്ടി ഇങ്ങനെ കിടക്കുമ്പോൾ? ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ കുറേ കാലം ഇതിനുള്ളിലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടും. നമുക്ക് ഭയങ്കര വിഷമമുള്ള ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ. എന്നാലും നല്ല ഇപ്പോഴും കണ്ടീഷനാണ് വണ്ടി. പക്ഷേ ഓടാണ്ട് കിടക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ബാറ്ററിയൊക്കെ ഭയങ്കര പഴയ ബാറ്ററി കാരണം നിൽക്കുന്നത്. കുറച്ച് നാളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടു, പിന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ആവണില്ല. ബാറ്ററിയൊക്കെ മേടിച്ചിട്ടും സ്റ്റാർട്ട് ആവണില്ല. പരമാവധി തുടച്ചൊക്കെ വൃത്തിയാക്കി നമ്മൾ കുറേ കൊല്ലമായിട്ട് ഇതിൽ നിൽക്കണ കാരണം നമുക്കത് ബസ്സിനോട് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായി നോക്കും. ഇത് സ്വന്തം ബസ്സാണോ? അത് അല്ലല്ല, ഒരു തുമ്പൂരുള്ള ഒരു ഷാജി മാഷ് എന്നിട്ട് ഒരാളെ വണ്ടിയാണ്. എത്ര മുതലാളിക്ക് അപ്പോൾ എത്ര ബസ്സുകളുണ്ട് മൊത്തം? ഒരു 4-5 വണ്ടിയുണ്ട് ആൾക്ക്. എല്ലാ വണ്ടികളും ഇതുപോലെ കയറി കിടക്കണം. എന്താണ് ഇപ്പോൾ മുതലാളിയുടെ തൊഴിലാളികളുടെ അവസ്ഥ? എന്താണെന്ന് വെച്ചാൽ മുതലാളികളുടെ അവസ്ഥ എന്താണ്? അവസ്ഥ മോശം തന്നെ ആയിരിക്കുമല്ലോ. പക്ഷെ അവർക്ക് മറ്റുള്ള കുറേ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് ചെയ്തു തരാൻ പറ്റിയ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട്. ഈ ഓണം വിഷുവിനൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഈ മറ്റേ സാധനങ്ങൾ കിറ്റായിട്ടും പൈസ ആയിട്ടൊക്കെ നമുക്ക് തന്നു. പിന്നെ അവർക്കും കുറേ പരിധികളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മളെ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ അവർക്ക് അതിന് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ എന്നാലും പിന്നെ ആൾക്ക് ഇറക്കാൻ പറ്റാത്തൊരു അവസരത്തിൽ കാരണം പൈസ വേണം. പിന്നെ ഇപ്പോൾ ഓടിയിട്ടൊന്നും കിട്ടണില്ല. ഓടി നോക്കിയിട്ട് ആൾക്ക് നഷ്ടമാണ് വരണത്. ഓടി 10, 300, 200 രൂപയ്ക്കൊക്കെ ശമ്പളം കിട്ടണത് ഓടി നോക്കിയിട്ടും. ആദ്യം കോവിഡിന് മുന്നേ നമുക്ക് എത്ര രൂപയായിരുന്നു നമ്മുടെ ഒരു സ്ഥിര വരുമാനം ഒരു ദിവസം?
നമുക്കൊരു 10-900 നമുക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കോർന്നു. 900 രൂപ നമുക്ക് ചിലവ് കഴിഞ്ഞിട്ട് 900 രൂപ നമുക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രെയിലർ അടിച്ച് നോക്കുമ്പോൾ ആകെ കിട്ടുന്നത് 200 രൂപയാണ്. അപ്പോൾ മുതലാളിക്ക് ഒന്നും കിട്ടുന്നുണ്ടായിരിക്കില്ല. അവർക്കും നഷ്ടം ഒന്നുമില്ല, അവർക്ക് ഒന്നുമില്ലാണ്ട് പിന്നെ നമ്മൾ അവരെ നഷ്ടം നോക്കിയിട്ട് നമ്മൾ കൂടി ചെയ്യുമ്പോൾ അത് ശരിയല്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ കൊറോണ വന്നിട്ട് നമുക്ക് ഈ ബസ് തൊഴിലാളികൾക്ക് ഒരുപാട് പേർക്ക് എല്ലാവർക്കും ജോലി ഇല്ലാതിരിക്കുകയെന്ന് അറിയാം. ഒരുപാട് മേഖലകളിൽ ജോലികളില്ല. പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും സഹായങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അല്ല, ഇതിൻ്റെ പേരിൽ കിട്ടിയില്ല. ബസ് തൊഴിലാളികൾ എന്നുള്ള പേരിലൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ സാധാരണ കിട്ടണ മാതിരി കിറ്റ് ഇപ്പോൾ കിട്ടുന്ന ഇതുണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയുള്ളൂ. അല്ലാണ്ട് നോർമലി നമ്മുടെ സർക്കാർ തരുന്ന കിറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. ബസ് സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് മറ്റേ യൂണിയൻ്റെ ഇതിൽ നമുക്ക് അവരെ കുറച്ച് നമ്മൾ ഈ പിന്നെ ഇതിൻ്റെ ഈ ശ്രമനിധിയുടെ ഇതിൽ നമുക്ക് കുറച്ച് സംഘടന, പക്ഷെ അതുകൊണ്ടൊന്നും നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോവില്ല. അതെ, നിങ്ങൾക്ക് മുന്നോട്ട് ഇപ്പോൾ ചേട്ടൻ ഓരോരോ തൊഴിലുകളിലേക്ക് കയറാൻ പറഞ്ഞു, ഇനി മുന്നോട്ട് അത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അത് എന്താണ് നിങ്ങൾക്ക് ഇനി മുന്നിലുള്ള ഒരു പ്രതീക്ഷ എന്താണ്? പ്രതീക്ഷ വെച്ചാൽ വാക്സിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ വാക്സിനൊക്കെ ഇറങ്ങുമ്പോൾ പഴയ സാധാരണ നിലയിലേക്ക് എത്തുന്നത് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾക്ക് ജോലി ചെയ്യാമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. മുതലാളിയും ഞങ്ങളതിനെ കൂടി പറഞ്ഞിട്ട് അതിൻ്റെ മുന്നോട്ട് പോകുന്നുള്ള. ഞങ്ങളെ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വെളിവില്ലാത്തതിനെ എത്തിക്കാൻ പറ്റിയത് ഒരു 2 ബസ് തൊഴിലാളികളുടെ ജീവിതം മാത്രമാണ്. ഈ മേഖലയിൽ ഒരുപാട് തൊഴിലാളികൾ ഇതുപോലെ എന്താ പറയുക ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ എന്താ പറയുക അവർക്ക് മറ്റൊന്നും നമുക്ക് ചെയ്തു കൊടുക്കാനാവില്ല പ്രാർത്ഥനയല്ലാതെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നിലുള്ളത് അവർ തന്നെ പറഞ്ഞു, വാക്സിനാണ് ഇനി മുന്നിലുള്ള അവരുടെ ഒരു എന്താ പറയുക ഒരു പ്രതീക്ഷ. വാക്സിനൊക്കെ അടിച്ച് നമുക്ക് കൊറോണയിൽ നിന്നൊക്കെ എല്ലാം മുക്തിയായി വീണ്ടും ഈ ബസ്സുകളൊക്കെ ഒന്ന് റൂട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബസ് തൊഴിലാളികൾക്കൊക്കെ വീണ്ടും പഴയ ജീവിതശൈലി തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ഈ കൊച്ചു വീഡിയോ എന്തെങ്കിലും രീതിയിൽ അർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഇതൊരു അവരുടെ വേദന നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ്. വീണ്ടും നിങ്ങളെല്ലാവരും പഴയ ബസ്സിൽ യാത്ര ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി വീണ്ടും അടിപൊളിയാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഈ ചെറിയ ചാനൽ, ചെറിയ പ്രോഗ്രാം, ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.